ഷെഫേ, ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ, വളരെ ശരിയാണ്. ഏതൊക്കെ ടേസ്റ്റ് അറിയാം? എനിക്ക് സ്വീറ്റ്, സേവറി, സോൾട്ട്, ബിറ്റർ. ഓക്കെ, ഇത് നീ പറഞ്ഞ വളരെ ശരിയാണ്. 4 ടേസ്റ്റ് കറക്റ്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് ഒരു ടേസ്റ്റ് കൂടി ഉണ്ട്. അതേതാ? അതാണ് ഉമാമി. യുനാനി അല്ലടാ, ഉമാമി. 1908 ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കിക്കുനെ ഇക്കിഡ എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 1980 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് ഈ ഒരു രുചി. അപ്പോൾ ഈ ഉമാമിയുടെ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? ഒത്തിരി ഫുഡുകളിൽ ഉമാമിയുടെ ഫ്ലേവർ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചീസുകളിൽ പാർമസൻ ചീസ്, റോക്ക്ഫോർട്ട് ചീസ്, അതുപോലെ തന്നെ ക്യൂർഡ് ആയിട്ടുള്ള ഹാമുകൾ, ഡ്രൈഡ് ആയിട്ടുള്ള മീറ്റുകളിലൊക്കെ നമുക്ക് ഈ ഉമാമിയുടെ ഫ്ലേവർ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ ഫുഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസഫോറ്റിഡ, അതായത് നമ്മുടെ കായെന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഈ ഉമാമിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. ഒരു കാര്യം കൂടെ പറയാം, ഈസ്റ്റ് എക്സ്ട്രാക്റ്റുകളിൽ ധാരാളമായിട്ട് ഉമാമിയുടെ അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ സോയാ സോസിൽ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകളിൽ, ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഉമാമിയുടെ അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉമാമിക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടോ? ഉമാമി ചേർക്കുന്നത് കൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാമി ചേർക്കുന്ന ആഹാരങ്ങൾ നമുക്ക് സോൾട്ട് ഫ്രീ ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഓൾഡർ ആയിട്ടുള്ള സിറ്റിസൺസ് അവരുടെ ആ ഒരു ഡയറ്റ് ക്രമീകരിക്കുമ്പോഴത്തേക്കിന് ഉപ്പും പഞ്ചസാരയും അതുപോലെ തന്നെ ഫാറ്റും കഴിവതും ഒഴിവാക്കാനായിട്ട് ഉമാമി ഫ്ലേവർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ സഹായിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഷെഫ്.